ഈ ബുക്കും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവർക്ക് വാശി എന്തോ കണക്ക് ഭയങ്കര തെറിയാണ് വിളിക്കുന്നത്. എന്നിട്ട് പലരും റീൽസ് എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ബുക്ക് കാണേണ്ടത് ഇപ്പം നമ്മളൊരു ഒരു മാരേജിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പോകുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ജ്യൂസ് കൊടുക്കത്തില്ല സ്റ്റാർട്ടറായിട്ട്. എൻ്റെ ബുക്ക് അങ്ങനെ കണ്ടാൽ മതി. ആക്ടേഴ്സ് പലരും വന്നിട്ട് ചുമ്മാ നമ്മൾ സൗഹൃദം ഉള്ളത് കൊണ്ട്, ഞാൻ 2018 വർക്ക് ചെയ്തുകൊണ്ട് പലരും അറിയാം. അപ്പോൾ വന്നിട്ട് ഞാനല്ലടാ ആറാം ചെയ്യുന്നത്. മെർക്കുറിയലിൻ്റെ 8 വർഷം എടുത്തിട്ടാണ് ഞാൻ +2 വെക്കേഷൻ എഴുതി തുടങ്ങിയ നോവല്. എൻ്റെ ഒരു ഏജിൻ്റെ ആ ഒരു ലിമിറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് അത് പുറത്തിറങ്ങിയത്. ഭാഷ ഇതുപോലെ തന്നെ ലളിതമാണ്, പക്ഷേ മാക്സിമം ഫാൻറ്റസി ഒരു സംഭവം. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ശ്രദ്ധിക്കപ്പെടാൻ. നമസ്കാരം. മലയാളി ഒരു ഭ്രാന്തമായ വായനയുടെ ലോകത്താണിപ്പോൾ. എല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി ഒരു പുസ്തകത്തെയും ഒരു എഴുത്തുകാരനെയും ചേസ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ റീൽ തരംഗമാണ്, അതിലുപരി ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ഒരു പുസ്തകം ഒരു സൂപ്പർ ഹിറ്റായി മാറുന്ന അത്യപൂർവ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല. ഈ പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി, ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നം അദ്ദേഹം സഫലമാക്കി അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ ചെറുപ്പക്കാരൻ തന്നെ നമുക്കൊപ്പം ചെയ്തതാണ് അഖിൽ പി ധർമ്മജൻ. ഈ പേരാണ് ഇപ്പോൾ മലയാളി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അഖിലെ 4 വർഷമായി നമ്മൾ കണ്ടിട്ട്. 4 വർഷമായി. ഈ പുസ്തകത്തിൻ്റെ പതിപ്പ് ഇറങ്ങുന്നതിന് മുൻപായിട്ട് 3 വർഷം പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നായിരുന്നു എൻ്റെ ചോദ്യം. അന്ന് ഈ പുസ്തകം എന്തായിരുന്നു എന്നൊക്കെ അഖിൽ പറഞ്ഞു. ഏതാണ്ട് അതേപോലെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ ഇപ്പോൾ ഈ ദിവസം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ദിവസം 2 ലക്ഷം കോപ്പികൾ ഇറങ്ങിയതിൻ്റെ ആഘോഷം നടന്നു കഴിഞ്ഞിരിക്കുക. അഖില് ഏത് ലോകത്താണ്? താഴെ തന്നെയാണ്. ഇത്രയും വിചാരിച്ചിട്ടില്ല. ഒരു 10-12 എഡിഷൻ വരെയൊക്കെ പോകും എന്നൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ KLF ഉണ്ടായിരുന്നു ഈ വർഷം 2024. അപ്പോൾ ആ സമയത്ത് ഒരു സൈനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ വെയിലിൽ ക്യൂ നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ അവരെ ആ സമയത്ത് കാണുന്നില്ല. ഞാൻ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ് ഇത്രയും പേര് നിൽക്കുന്നത് കാണുന്നത്. അപ്പം ആ ഒരു വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ പലരും വന്നിട്ട് ഇത് ആരാണ്, ഇത് ഏത് ബുക്കാണെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അതിൽ പലരും ഇങ്ങനെ ഈ ബുക്കിനെ പറ്റി മെൻഷൻ ചെയ്യുന്നു. പലരും അങ്ങ് ശരി ഇതൊന്ന് വാങ്ങി നോക്കാം. അങ്ങനെ ആ ഒരു സമയത്ത് ട്രെൻഡ് പയ്യെ തുടങ്ങി. പിന്നെ ഫെബ്രുവരി 14 DC ബുക്സ് ഒരു പ്രണയദിനത്തിൽ കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് റൊമാൻറ്റിക് ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. പിന്നെ റീൽസ് വരാൻ തുടങ്ങി, ഫോട്ടോസ് വരാൻ തുടങ്ങി. പിന്നെ ഒരു കയറ്റമായിരുന്നു, ഭ്രാന്തമായിട്ടൊരു കയറ്റമായി. അതെ. ഈ റീല് ചെയ്യുന്നവരൊക്കെ അതിനെ വായിച്ചിട്ടുണ്ട് എന്ന് അഖിൽ തോന്നുന്നുണ്ടോ? അതോ അത് റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഉപകരണമാക്കി മാറ്റിയതാണോ? എങ്ങനെയാണ് റീല് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പം ചിലർ അങ്ങനെ ഇതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ വാങ്ങിയിട്ടുണ്ട്, അതിന് മുൻപ് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടെത്തുന്ന പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ബുക്ക് ആൾക്കാരിലേക്ക് വീണ്ടും എത്തുകയാണ്. അപ്പോൾ ആ റീല് കാണുന്ന ഒരു യഥാർത്ഥ റീഡർ ഈ ബുക്ക് കാണുമ്പോൾ വായിക്കാൻ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ വായനശാലയിൽ പോയി കഴിഞ്ഞാൽ അതൊരു ബുക്കിനൂടെ കിട്ടുന്ന ഇതല്ല, വായനയ്ക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റാണ്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ കാണുന്നു. പിന്നെ കുറേ ആൾക്കാർ റീലിൻ്റെ താഴെ അവരുടെ റിവ്യൂ എഴുതിയിടുന്നുണ്ട്. അത് പലരും കാണാതെ അതിന് വന്നിട്ട് ചുമ്മാ റീൽ എടുക്കുകയല്ലെന്നും പറഞ്ഞിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. അഖിൽ സൃഷ്ടിച്ചത് വലിയൊരു ആരാധക കൂട്ടത്തെ മാത്രമല്ല, ഒരുപാട് ശത്രുക്കളെ കൂടിയാണ്. അത് സത്യത്തിൽ അത് അങ്ങനെ ആണോ? എങ്ങനെയാണ് ഈ ശത്രുക്കളെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? കായികപരമായും നിയമപരമായും നേരിടുകയാണോ ലക്ഷ്യം? ശത്രുക്കളെന്ന് പറയുമ്പോൾ അത് എനിക്ക് ശത്രുതയൊന്നും ആരോടുമില്ല. ആർക്കെങ്കിലും ശത്രുത ഉണ്ട്. ഇതിപ്പോൾ ഇതൊക്കെ പേജൊക്കെ പൊട്ടിച്ച് സ്കാൻ ചെയ്ത് PDF കോപ്പി ആയിട്ടൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു പുസ്തകം ഞാനൊക്കെ ആണെങ്കിൽ ഒരു പുസ്തകം മടക്കി പോലും വായിക്കില്ല, പയ്യെ ഇങ്ങനെ ഇതായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കീറിയെടുത്ത് ഓരോന്ന് ചെയ്യണമെങ്കിൽ അവർക്ക് അത് ശത്രുത അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യം അങ്ങനെ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയില്ല ആരാണ്. അവർ ചെയ്യട്ടെ, കുഴപ്പമില്ല. സന്തോഷവും സങ്കടവും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതായത് ഈ സമീപകാലത്ത് 2 പ്രമുഖരാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അതിനെതിരായിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിനെ പറ്റിയിട്ട് വിഷമത്തോടുകൂടി കണ്ണീരോടുകൂടിയൊക്കെ എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചത്. ഒന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന മഹാനായ ഡയറക്ടർ, 2 അഖിൽ പി ധർമ്മജൻ. അഖിൽ കരഞ്ഞുകൊണ്ട് അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നൊരു വീഡിയോ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. എന്താണ് ശരിക്കും സംഭവിച്ചത്? അത്രമാത്രം വിഷമം വരാനുള്ളൊരു കാര്യം എന്താണ്?
അത് എനിക്ക് പണ്ട് തൊട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് സന്തോഷം അധികം നാൾ നിൽക്കത്തില്ല, അതെൻ്റെ ലൈഫിൽ പലപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ബുക്ക് ഇറക്കിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അത് പൈറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വർഷമായിട്ട് അത് കീപ്പ് ചെയ്ത് പോകുന്നത്. എനിക്കിപ്പോൾ ബുക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുമാനം കിട്ടും. പക്ഷെ ഞാൻ അത് അത്രയും കീപ്പ് ചെയ്ത് പോകുന്നത് ഇത് പൈറേറ്റഡ് ആവണ്ട, ബുക്കായിട്ട് തന്നെ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ആൾക്കാരിങ്ങനെ ഒരു ബുക്കിനൊക്കെ ഇങ്ങനെ ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന വലിയൊരു ഓഡിയൻസിലേക്ക് എത്തുന്നൊരു സംഭവമാണ്. പക്ഷേ ഒരു പുസ്തകത്തെ ഇങ്ങനെ പൈറേറ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ പിന്നെ അതുമല്ല, ഇതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് വർഷം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, അതിൻ്റെ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ എന്നെങ്കിലും വിചാരിക്കും. ഇപ്പോൾ ആൾക്കാരെത്തുന്ന സമയത്ത് ഇത് വരുന്നത്, അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇമോഷണലായി. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടുള്ള അറ്റാക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ആദ്യം അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസ് എല്ലാം പ്രൊഫൈൽ എടുത്ത് നോക്കി, നിങ്ങൾക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാം. അതിനെല്ലാം പുതിയ ന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈലാണ്, ന്യൂ എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതൊരു അതുമല്ല, ഇതേ പ്രൊഫൈലുകൾ തന്നെ എല്ലാ ഇതിലും റീൽസിലൊക്കെ പോയിട്ട് പെൺകുട്ടികളെ, കൊച്ചു കുട്ടികൾ, 16-17 വയസ്സുള്ള കുട്ടികളെയൊക്കെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ബുക്കും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് വാശി എന്തോ കണക്ക് ഭയങ്കര തെറിയാണ് വിളിക്കുന്നത്. എന്നിട്ട് പലരും റീൽസ് എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല റീച്ചുള്ള റീൽസൊക്കെ അവരെന്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സാധനം ഇങ്ങനൊരു സംഘടിതമായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമം. അതായത് ഇപ്പോൾ നമ്മുടെ ആൾക്കാരായിട്ടാണ് എനിക്ക് വായനക്കാരെ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയല്ലേ, അതൊരു ശരിയായ പ്രവണതയല്ല. തുടക്കകാലത്ത് അഖിൽ നേരിട്ട ഏറ്റവും വലിയ വിമർശനം, അതായത് ഗൗരവപൂർണ്ണമായിട്ടുള്ള വായനക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നവരിൽ നിന്നുണ്ടായിട്ടുള്ള ഇതെന്ന് പറയുന്നത്, ഈ എഴുത്തെന്ന് പറയുന്നത് ഒരു പ്ലെയിൻ എഴുത്താണ്, അല്ലെങ്കിൽ പൈങ്കിളി സാഹിത്യം പോലെയാണ് എന്നൊക്കെയാണ്. അതിന് ഫസ്റ്റ് പേജ് തന്നെ മറുപടി പോലെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു എഴുത്തുകാരൻ എന്നതിനേക്കാൾ എനിക്ക് യോജിച്ച പേര് ഒരു കഥ പറച്ചിലുകാരൻ എന്താവും. എൻ്റെ അരികിലിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു കഥ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ ഈ നോവലിനെയും കണ്ടാൽ മതിയാകുന്ന രീതിയിൽ അഖിൽ വ്യക്തമാക്കിയിട്ടാണ് ഈ പുസ്തകം തുടങ്ങിയിരിക്കുന്നത് തന്നെ. പക്ഷേ അത് ആ അർത്ഥത്തിലുള്ള ഗൗരവകരമായ ചർച്ചകളെ എങ്ങനെയാണ് അഖിൽ കാണുന്നത്? നമ്മൾ മറ്റേ ആ ശത്രുതാ മനോഭാവത്തോടു കൂടി നീങ്ങുന്നവരെ മാറ്റി നിർത്തിയാൽ ഈ ഒരു ആംഗിളിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അതിനെ കാണുന്നത്, എൻ്റെ ബുക്ക് കാണേണ്ടത്, ഇപ്പം ഒരു മാരേജിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പോകുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ജ്യൂസ് കൊടുക്കത്തില്ല സ്റ്റാർട്ടറായിട്ട്. എൻ്റെ ബുക്ക് അങ്ങനെ കണ്ടാൽ മതി. അതായത് വലിയ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ചുറ്റും എത്രയോ ലെജൻസ് എഴുതിയ ബുക്സ് ഇരിപ്പുണ്ട്. എൻ്റെത് ആ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധനം മാത്രമാണ്. ഒരിക്കലും ഞാനിത്, ചിലരൊക്കെ ഇതിനെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും. ഇത് ആൾക്കാരിലേക്ക് എത്തുന്നതും അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് നല്ല ഒരു പുസ്തകമായിരിക്കും, ചിലപ്പോൾ ആൾക്കാരിലേക്ക് എത്തത്തില്ല. അത് ഞാനെന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതെത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേഷ്യം കാണിക്കുക. പിന്നെ അത് വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യരുത്. എൻ്റെത് ലളിതമായിട്ടുള്ള സാഹിത്യം ഒന്നും പോലും പറയുന്നില്ല, കഥ പറച്ചിലാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ചവിട്ടി കയറാനുള്ള വായനാ ലോകത്തേക്ക്, അത് മാത്രമായിട്ട് കണ്ടാൽ മതി. വിമർശനമൊക്കെ ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് അത്രേ ഉള്ളൂ. മറ്റൊരു കാര്യം, നമ്മൾ അന്ന് 4 വർഷം മുമ്പ് സംസാരിക്കുന്ന ഘട്ടത്തിലും എന്താണ് ഈ ബുക്കെന്ന് ഞാൻ ചോദിച്ചപ്പം അഖിൽ പറഞ്ഞൊരു മറുപടി ഇപ്പോഴും മനസ്സിലുണ്ട്. അതായത് ഇതൊരു സിനിമാറ്റിക് നോവലാണ്. അതായത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പുതിയൊരു കഥ തേടി വരികയാണെങ്കിൽ ഒരു ഷെൽഫിൽ പോയി നോക്കിയാൽ അയാൾക്ക് പറ്റിയ ഒരു ബുക്ക്, ഒരു കഥ പിക്ക് ചെയ്യണം. ഒരു തിരക്കഥാ സ്വഭാവത്തോടു കൂടിയുള്ളൊരു ബുക്ക്, അതായത് പിന്നെ ഒരു തിരക്കഥയ്ക്ക് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ ഉള്ള ഒരു സാഹിത്യ രചന അല്ലേ? ആ അർത്ഥത്തിൽ റാം കെയർ ഓഫ് ആനന്ദി വിജയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തീർച്ചയായിട്ടും. ഞാൻ അന്ന് അനൂപേട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് കുറേ ആൾക്കാർ നല്ല കഥകളായിട്ട് ഇങ്ങനെ നടപ്പുണ്ട്. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സിനിമാറ്റിക് നോവൽ എന്ന് പറഞ്ഞൊരു ഐഡിയ കിട്ടിയത്. ഇപ്പോൾ പലരും സിനിമാറ്റിക് നോവൽ എന്നുള്ള രീതിയിൽ എഴുതുന്നു, സ്ക്രിപ്റ്റായിട്ട് തന്നെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു അതെ ഇല്ല, GR ഇന്ദുവൻ സാറും ഓൾറെഡി ഈ ഒരു പാറ്റേണിൽ എഴുതുന്നതാണ്. എന്നെ മാത്രം പറയാൻ പറ്റില്ല, അദ്ദേഹവും അതിനൊരു മുന്നിൽ പോയ ഒരാളാണ്. ഞാൻ എൻ്റെ പിന്നാലെ കുറച്ച് ആൾക്കാരാണ്. ഇപ്പോൾ ശശി തരൂർ അടക്കമുള്ളവർ നേരിട്ട് വന്ന് അഭിനന്ദിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രമുഖരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റിയാക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? അതിൽ ബുക്കിൻ്റെ പേരിൽ മാത്രമല്ല, ഇപ്പോൾ സിനിമ ലോകത്തും കൂടി ചർച്ചയാണല്ലോ. രാഷ്ട്രീയക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും, നമ്മുടെ CM ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശശി തരൂർ സാറാണെങ്കിലും പിന്നെ അതിൽ ഓൾമോസ്റ്റ് പാർട്ടിയിലുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട്, സിനിമാപരമായിട്ടും ഫീൽഡിലുള്ളവർ വിളിക്കുന്നുണ്ട്, ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ. പിന്നെ എഴുത്ത് ലോകത്തിൽ നിന്നാണെങ്കിൽ GR ഇന്ദുവൻ സാറ് നമ്മുടെ ഒരു ചേട്ടനെ പോലെയാണ്. പുള്ളി വായിച്ചിട്ടില്ല, പുള്ളി വായിക്കോട്ടെ. വേറെ ആരും അങ്ങനെ പറയത്തക്ക, എൻ്റെ ഒപ്പം സമീപ ഇതിൽ സഞ്ചരിക്കുന്ന എഴുത്തുകാരല്ലാതെ
പരാതിയായിട്ടല്ല, സീനിയർ റൈറ്റേഴ്സ് അവർ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. അങ്ങനെ വായിക്കുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിനിമാറ്റിക് നോവൽ എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അതെ അതെ. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്നാണ് സിനിമയായി വരിക? അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അത് ഏതൊരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? ഇല്ല, ഇതിപ്പോൾ എഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അഖിൽ തന്നെ എഴുതുന്നുണ്ട്? ഞാൻ തന്നെ തിരക്കഥ എഴുതുന്നത്. അപ്പോൾ അനുഷ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൽ സാറിൻ്റെ അസോസിയേറ്റ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ തിരക്കഥ എഴുതാണ്. നെക്സ്റ്റ് ഇയറിലേക്ക് സിനിമ. ഒരു നോവൽ സിനിമയാകുമ്പോൾ എന്താകും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതാ ഭയങ്കര വെല്ലുവിളിയാണ്. ഈ പുസ്തകം എത്രമാത്രം അക്സെപ്റ്റൻസ് ഉള്ള സ്ഥിതിക്ക് ഇതിനെ കവച്ചു വെക്കുന്നതായിരിക്കണം തിരക്കഥ. അതെ. അപ്പോൾ ആ ഒരു വെല്ലുവിളി എന്താണ്? അത് ഇത്തിരി കഷ്ടപ്പാട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ട്രിമ്മിങ് വരുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പോർഷൻ ആണെങ്കിൽ അത് പണി കിട്ടും. പിന്നെ ആഡിങ് ആണെങ്കിലും നമുക്ക് ലിമിറ്റേഷനുണ്ട്. എന്തായാലും നല്ലൊരു ചലഞ്ചാണ്, നന്നായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഒക്കെ കാസ്റ്റിംഗ് ആയിട്ടില്ല, എഴുത്ത് കഴിഞ്ഞിട്ട്. ഏതെങ്കിലും ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചോ ഈ ഇന്ന റോൾ ചെയ്യാൻ ഉള്ള? പേര് പറയണമെന്നില്ല ഇപ്പോൾ, എങ്കിൽ പോലും അങ്ങനെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടോ അഭിനേതാക്കളുടെ? ഇപ്പോൾ ആക്ടേഴ്സ് പലരും വന്നിട്ട് ചുമ്മാ നമ്മൾ സൗഹൃദം ഉള്ളത് കൊണ്ട്, ഞാൻ 2018 വർക്ക് ചെയ്തുകൊണ്ട് പലരും അറിയാം. അപ്പോൾ വന്നിട്ട് ഞാനല്ലടാ റാം ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും, എടോ മനുഷ്യ, ഇത് 10-23 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ വേറെ ഇതായിരിക്കും. ആ ഒരു തമാശയുള്ളൊരു ഓക്കെ ഉള്ളു, അല്ലാതെ ഒന്നുമില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് ഡയറക്ടറിൻ്റെ എൻ്റെയൊക്കെ ഒരു പറ്റിയ ഒരാൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതൊരു എന്നത്തേക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും? ഇതിപ്പോൾ എഴുത്ത് നടക്കുകയാണ്. ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ഒരു ഓഡീഷനൊക്കെ വെച്ച് അതിൻ്റെ അകത്തൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമുണ്ട്, മല്ലി. അത് റിയലായിട്ട് ഓഡീഷൻ വെക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി മാത്രം. നമുക്ക് ആ ഒരു കഥാപാത്രത്തിൻ്റെ പീക്ക് ലെവൽ നമുക്ക് കിട്ടണം അത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ആദ്യമേ അതിനുള്ള ഓഡീഷനും കാര്യങ്ങളും പിന്നെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഇപ്പം റാം ആനന്ദി ഹിറ്റായി മാറിയ സ്ഥിതിക്ക് ഇപ്പം നമ്മൾ വായനക്കാർ, സിനിമ പ്രേക്ഷകരെ പോലെ തന്നെ കാത്തിരിക്കുന്നൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതിനൊരു തുടർച്ച ഉണ്ടാകുമോ? എന്താണ് രണ്ടാം ഭാഗം എന്നുള്ളത് മനസ്സിലുണ്ടോ സംഭവം? ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. എന്താണെന്ന് പറയട്ട്, നമ്മൾ കുറച്ചൊരു 10-20 പേജ് കൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അവരുദ്ദേശിക്കുന്ന കൺക്ലൂഷനിലെത്താം. വായിച്ച ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അതെ അതെ. അപ്പോൾ ആ ഒരു 20 പേജിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ നോവൽ എഴുതുന്നത്, ഇതിൻ്റെ കൂടെ ചിലപ്പോൾ പേര് പോയി കഴിഞ്ഞാൽ തീർന്നു. ഞാൻ ആ ക്ലൈമാക്സ് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു അഖിലിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന ഒരു ഓസ്ട്രേലിയക്കാരൻ്റെ കമൻറ്റാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മലയാളിയുടെ കമൻറ്റാണ്, ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നൊരു കമൻറ്റ് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവമാണ് ചോദിച്ചത്, അതിനൊരു ഓപ്പണിംഗ് ഉണ്ടോ? ഒരു എപ്പോഴെങ്കിലും ഒരു രണ്ടാം ഭാഗം റാം കെയർ ഓഫ് ആനന്ദിക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും അതിനെ പറ്റിയിട്ട് കുറച്ച് എന്തെങ്കിലും ഇൻസിഡൻറ്റോ കാര്യങ്ങളോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചിട്ട് എഴുതാം. അപ്പോൾ ഇപ്പം 3 പുസ്തകങ്ങൾ 3 ജോണറുകൾ തന്നെയാണ്. ആദ്യത്തെ ഒജോ ബോർഡ് ഒരു ഹൊറർ ത്രില്ലറായിരുന്നു. രണ്ടാമത്തെ ഒരു ഫാൻറ്റസി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റാം കെയർ ഓഫ് ആനന്ദിയേക്കാൾ എനിക്കിഷ്ടം മെർക്കുറി ഐലൻഡ് ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം അത്രമാത്രം ഇതിൻ്റെ 10 മടങ്ങ് എഫർട്ട് ഒരു പക്ഷേ അഖിലെടുത്തിട്ടുണ്ടാകും. ആ പുസ്തകം പക്ഷേ കൂടുതൽ പേര് ഈ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്, എന്തായാലും അഖിലിൻ്റെ രണ്ടാമത്തെ പുസ്തകം നിങ്ങൾ തിരഞ്ഞു പിടിച്ചെങ്കിലും വായിക്കണം. കാരണം അത്രമാത്രം ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ലോകമാണ് അഖിൽ തീർത്തേക്കുന്നത്. അതിൻ്റെ ഒരു ത്രെഡ്, ബർബുഡ ട്രയാങ്കിൾ എന്നൊക്കെ ഉള്ള ത്രെഡ് തന്നെയായിരുന്നു. അപ്പോൾ അത് ഇത്രത്തോളം സ്വീകാര്യത നേടാത്തതിലോ അല്ലെ സ്വീകാര്യത നേടിയിട്ടില്ല വിഷമമുണ്ട് അതിൻ്റെ അകത്ത്. മെർക്കുറി ഐലൻഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഞാൻ 8 വർഷം കൊണ്ട് എഴുതിയ, ഇതിപ്പോൾ 1-2 വർഷം കൊണ്ട് എഴുതിയ നോവലാണ്. മെർക്കുറി ഐലൻഡ് 8 വർഷം എടുത്തിട്ടാണ്. ഞാൻ +2 വെക്കേഷൻ എഴുതി തുടങ്ങിയ നോവല് എൻ്റെ ഒരു ഏജിൻ്റെ ആ ഒരു ലിമിറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് അത് പുറത്തിറങ്ങിയത്. ഭാഷ ഇതുപോലെ തന്നെ ലളിതമാണ്, പക്ഷേ മാക്സിമം ഫാൻറ്റസി ഒരു സംഭവം. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ശ്രദ്ധിക്കപ്പെടാഞ്ഞത്. മേ ബി അത് ഇംഗ്ലീഷിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് എന്നിട്ട് അനുവേട്ടനൊരു കമൻറ്റ് ഇട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ അകത്ത് ആപ്പിളിൻ്റെ ഒരു പോർഷനുണ്ട്, ഇതാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ആ കമൻറ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കണക്ക് തന്നെ പലരും പറഞ്ഞ കമൻറ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലും കൂടെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതെ, ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് DC ഭാഗത്തു നിന്നായിരിക്കും? DC ഇപ്പോൾ അതിൻ്റെ മലയാളം പതിപ്പ് DCയും ചെയ്യുന്നുണ്ട്.
പിന്നെ DC യും കൂടെ ഇടപെട്ടിട്ടാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ഇതിലേക്ക് വരുന്നത്. നല്ലൊരു പബ്ലിഷിംഗ് കമ്പനി തന്നെ വരും. ആ ഒരു പുസ്തകം എഴുതാനൊരു മീഡിയമില്ല. അപ്പോഴാണ് ഫേസ്ബുക്ക് എന്നുള്ളൊരു സാധ്യത ഓപ്പൺ ചെയ്യുന്നത്. അവിടെ കഥ എന്ന പേരിൽ എഴുതി തുടങ്ങുന്നു. അത് ആൾക്കാർ വായിക്കുന്നു, ചർച്ചയാകുന്നു. അതുവഴി ആദ്യ പുസ്തകം പബ്ലിക്കേഷനിലേക്ക് വരുന്നു, ഒരു അച്ചടി രൂപത്തിൽ വരുന്നു. അത് കൊണ്ടു നടന്ന് വിൽക്കുന്നു, VPB ആയിട്ട് അയച്ചു കൊടുക്കുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ വാനിലൊക്കെ റാം കെയർ ഓഫ് ആനന്ദി കൊണ്ടു നടന്ന് പലരും വിൽക്കുകയാണ്. ഒരു കാലത്ത് അഖിൽ തലച്ചുമടായിട്ട് തൻ്റെ പുസ്തകം കൊണ്ടു നടന്നെങ്കിൽ ഇന്ന് പലർ അഖിലിൻ്റെ പുസ്തകം കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും കാലം, ഈ 2015 to 2026 വരെ നീളുന്ന ഒരു 9 വർഷക്കാലം എങ്ങനെയാണ് അഖിലെന്ന് റീവൈൻഡ് ചെയ്യുന്നത്? 9 വർഷം എന്ന് പറയുമ്പോൾ 2015 എൻ്റെ ഓജോ ബോർഡ് പ്രിൻ്റ് ചെയ്തിട്ട് ഇത് പുസ്തകശാലകൾ ഞാൻ എവിടെ കൊണ്ടുവന്നാലും എടുക്കത്തില്ല. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഉയർന്ന കമ്മീഷൻ പറയും. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു, പ്രിൻറ്റിങ് ചാർജും ഒക്കെ വരുമ്പോഴേക്കും അതാവും. അങ്ങനെ ലാസ്റ്റ് പിന്നെ വീട്ടിൽ ഇതെല്ലാം 1000 കോപ്പികളിരിക്കുക. അപ്പോൾ വീട് തീരെ ചെറുതാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ പിന്നെ അച്ഛൻ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ചെതലടിച്ച് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ എന്തെടുത്തു, ഒരു ബാഗിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുമായിരുന്നു. അവിടെ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ സമീപ ജില്ലകളിലും പോയി, പിന്നീട് കേരളത്തെ ഫുള്ള് സ്ഥലങ്ങളിൽ പോയി. ആ കോവിഡ് സമയത്ത് ബൈക്ക് ഓടിച്ച് എറണാകുളം വരെ പോയിട്ട് ബുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ബൈക്കിൽ പെട്രോൾ അടിച്ചിട്ട് ഇപ്പം ആരെങ്കിലുമൊക്കെ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഈ കൊറിയർ ചാർജ് എന്ന് പറയുന്നത് 40-50 രൂപയാവും. അപ്പോൾ ഞാൻ എന്തെടുക്കും, പെട്രോൾ ഒരു 150 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഈ ഏരിയ ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ ഒരു പോസ്റ്റ്മാൻ ചെയ്യുന്ന അതേ ഡ്യൂട്ടി തന്നെ വിളിച്ച് കൊറിയർ സർവീസ് ചെയ്യുന്നതൊക്കെ എല്ലായിടവും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു 2000 കോപ്പികളോളം കൊണ്ടുനടന്ന് വിറ്റതാണ് 2 ബുക്കിൻ്റെ. അതിനുശേഷമാണ് ഇത് വന്നത്. ചിലപ്പോൾ വിചാരിക്കും റാം കെയർ ഓഫ് ആനന്ദി ഫസ്റ്റ് ബുക്കാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ചാടി കയറിപ്പോയൊരു ഇതാണെന്നുണ്ട്. പക്ഷേ ഈ 9 വർഷത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സായിരുന്നു. മാനസികമായിട്ടും അതെ, അനുപേട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കടന്നു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് അഖിലിൻ്റെ കഥകൾ വായിക്കുന്ന ജനത്തിന് അഖിലിൻ്റെ കഥ എന്താണെന്ന് അറിയില്ല. അഖില് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ കാശില്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ട്. എഴുതുന്ന കാലത്ത് പോയി സാധനം വാങ്ങുക എന്നുള്ള രീതിയിൽ വീട്ടുകാർ ഇൻട്രപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ കാലത്ത് എന്താ ഈ പയ്യൻ ചെയ്യുന്നത്, ഇവൻ്റെ ഭാവി എന്താണെന്നുള്ള ആശങ്കയായിരിക്കാം കുടുംബത്തിൽ നിന്നുണ്ടാവുക. ഇപ്പോൾ എന്താണ് ആ ഒരു അവസ്ഥ? വീട്ടിൽ ഇപ്പോഴും കടയിലൊക്കെ വിടുക, അതൊന്നും ഇപ്പോഴും ഇതിൻ്റെ എഴുത്തുകാരനാണെന്നോ ഇതിൻ്റെ ഒന്നും ഇല്ല. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ വന്നിട്ട് മാങ്ങ വാങ്ങാൻ പറഞ്ഞു, ഞാൻ പോയി വാങ്ങും. അരി വാങ്ങാൻ പറഞ്ഞാൽ അത് പോകും. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞില്ലേ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതെന്ന് പറഞ്ഞിട്ട് അവർ ആ സമയത്ത് അവിടെ അഖിൽ പി ധർമ്മേനൊന്നുമല്ല, മകനാണ്, പോയി വാങ്ങണം, അത്രയേ ഉള്ളൂ, പോരാളി, അതേ ഉള്ളൂ. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്ന് പറയുന്നത് ജോലിയുടെ കാര്യം പറഞ്ഞത്, ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ജോലി ചെയ്യുന്നതാണ്. ബാലവേല എന്ന് വേണമെങ്കിൽ പറയാം. 4ാം ക്ലാസ്സിൽ വെക്കേഷൻ തൊട്ട് ഞാൻ സമീപത്ത് ഈ പടക്കം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഞങ്ങളുടെ ഏരിയ ആലപ്പുഴ ഏരിയ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെയൊക്കെ ഓലപ്പടക്കത്തിൽ തിരിയിൽ കളർ ചുറ്റുന്നുണ്ട്. കളർ പടക്കത്തിന് ഇച്ചിരി കൂടെ വില കൂടുതലാണ്. അപ്പോൾ എൻ്റെ ജോലി അതായിരുന്നു, തിരിയിൽ കളർ ചുറ്റുന്നത്. 4ാം ക്ലാസ്സിൽ വെക്കേഷന് ജോലി തുടങ്ങിയിട്ട് ഞാൻ 8ാം ക്ലാസ് ആയ സമയത്ത് പെട്രോൾ പമ്പിൽ കാറിൻ്റെ ഇതില്ലേ വൈപ്പ് ചെയ്യാനായിട്ട് സ്പ്രേ ചെയ്തിട്ട്, അതായിരുന്നു എൻ്റെ ജോലി. അത് 9ാം ക്ലാസ് വരെ അങ്ങനെയാണ്. പിന്നെ 10ാം ക്ലാസ് ആയപ്പോഴേക്കും അവിടെ ഒരു എക്സൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ 18 വയസ്സായെന്നും പറഞ്ഞാൽ അത് പോയി ജോലി ചെയ്യുന്നത്, എന്നിട്ട് ബാലവേല ആയതുകൊണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മണ്ണ് വെട്ടാനും കാര്യങ്ങൾക്ക് പോകുമായിരുന്നു. പിന്നെ പ്ലസ് ടു ഞാൻ ഫെയിലായിപ്പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നാട് വിട്ട് പോയി എറണാകുളത്ത് പോയിട്ട് ഒരു കേക്ക് ഫാക്ടറിയിൽ മൈദയും പഞ്ചസാരയൊക്കെ തലയിൽ ചുമക്കലായിരുന്നു എൻ്റെ പണി. അവിടുത്തെ എൻ്റെ കൂടെ ചുമന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ലോറിയിൽ നിന്ന് രാത്രി സമയത്തൊക്കെ വരുമ്പോൾ യൂണിയൻകാരെ കിട്ടത്തില്ല. അപ്പം നമുക്ക് അവിടെ വണ്ടി ബ്ലോക്ക് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മളാണ് ഇറക്കുന്നത്. അപ്പം അവിടെ ഒരു സ്റ്റെപ്പ് കയറിപ്പോകുന്ന അവിടെ ഒരു വലിയൊരു കണ്ണാടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഈ മൈദയുടെ ചാക്കെന്ന് പറഞ്ഞാൽ 50 കിലോ ആണ്. ചിലപ്പോൾ നമ്മൾ 3 ചാക്കൊക്കെ തലയിൽ വെക്കും, പെട്ടെന്ന് തീർക്കാം, ഉറക്കം രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അട്ടിയിടണം, എനിക്കറിയില്ല, അട്ടിയൊക്കെ അവിടെ വെച്ചിട്ടാണ് പഠിക്കുന്നത് അട്ടിയിടുന്നത്. അപ്പം ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ തന്നെ രൂപം തലയിൽ ലോഡും വെച്ചിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവം എൻ്റെ തല എനിക്ക് തന്നിട്ടുള്ളത് ഭാരം ചുമക്കാനാണോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ലൈഫിൽ ഓരോരോ ടൈമിന്, ഇപ്പോൾ ഇത് എഴുതാൻ പോയ സമയത്ത് റാം കെയർ ഓഫ് ആനന്ദിനാണെങ്കിലും ചെന്നൈയിൽ പോയിട്ട് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടാണ് വീട്ടുകാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എനിക്കെന്തോ കൊച്ചിലോട്ട് ഈ ജോലി ചെയ്ത് എനിക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് വീട്ടിലെ ഒരാളെ പോലും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പഠിച്ചതുമൊക്കെ എൻ്റെ ഇതിൽ തന്നെയാണ്.
അപ്പോൾ ചെന്നൈയിൽ ഫിലിം അക്കാഡമി എന്ന് പറയുമ്പോൾ അത്രയും ചിലവുണ്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനവിടെ ഹോട്ടലുകളിൽ പച്ചക്കറി അരിയാൻ പോവുകയും ലൈറ്റ് പിടിക്കാൻ പോവുകയും ബലൂൺ വീർപ്പിക്കാൻ പോകും ഇവൻറ്റിന്. അതല്ല, അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇത് അഖിലിൻ്റെ തന്നെ കഥയാണ് എന്ന് ഇല്ല, പറയുന്നത്. ഫുള്ളില്ല കേട്ടോ, ഫുള്ളില്ല. സൗഹൃദം വലയം സ്ട്രോങ് ആണ് പണ്ട് തൊട്ടേ അല്ലേ? ഇപ്പോഴും കൂട്ടത്തിലെ ആൾക്കാർ വന്നിട്ട് അത് പണ്ട് തൊട്ടേ ഉള്ളവർ അവരുടെ കൂടി പ്രോഡക്റ്റ് ആണെന്ന് പറയാം ഈ റാം കെയർ ഓഫ് ആനന്ദി. ഇപ്പം ഈ ഒരു കവർ ഈ ബുക്കിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കവറായി മാറി. ഒരുപക്ഷെ കോപ്പിറൈറ്റ് അവകാശപ്പെട്ടാൽ അതിലൂടെ അതിലൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. ഇല്ല, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളൊരിക്കലും ഒരു ആർട്ട് കൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ PDF-ൻ്റെ ഇഷ്യൂ പറഞ്ഞാൽ അതൊരു മോശം പരിപാടി ആയതുകൊണ്ട് മാത്രം. സന്തോഷമുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ പറ, എങ്ങനെയാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിയത്? ഇത് കവർ ചെയ്തിട്ടുള്ള ഹരിനാണ്. എൻ്റെ സൗഹൃദങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാവരും മിനിമം ഒരു 10-12 വർഷമെങ്കിലും ആ ഒരു ഇതുള്ളതാണ്. എനിക്ക് പുതിയ ആൾക്കാരെക്കാട്ടിലും എൻ്റെ കൂടെ ഉള്ളവരെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സമയം എപ്പോഴും കണ്ടെത്തും, അവരെ വിളിച്ച് തിരക്കും. ഡെയിലി വിളിക്കുന്നവരാണ് ഇവരെല്ലാവരും. യാത്രകൾ പോവും. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും അവരുടെയും കൂടെയാണ്. അപ്പോൾ ഈ കവറാകുമ്പോൾ പോലും ഇത് ആരെങ്കിലും വിശ്വസിക്കുക, ഇത് ₹1 പോലും വാങ്ങാതെ ചെയ്ത കവറാണ് എൻ്റെ കയ്യിൽ നിന്ന് ഹരിൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കളർ പാറ്റേൺ ചെയ്തിട്ടുള്ളതാണെങ്കിൽ വിഷ്ണു, ഇതിൻ്റെ അകത്തുള്ള ഈ റെഡിൻ്റെ ഇതാണെങ്കിലും അവൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇത് ഞങ്ങളൊരു ദിവസം എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ കൊണ്ടിരുന്നിട്ട് ചെയ്തൊരു കവറാണ് രാത്രി. അത് ഹരിൺ എന്ന് പറഞ്ഞാൽ ഹരിൻ്റെ ഒരു ഷോപ്പാണുള്ളത്. അപ്പോൾ ഇവൻ്റെ ജോലി ഇഷ്ടംപോലെ തിരക്കുള്ളതാണ്. അപ്പോൾ വിഷ്ണുവിന് ജോലിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രാത്രി ഒരു 8:30-9 മണിയായപ്പോൾ അവൻ്റെ ഷോപ്പിൽ ചെന്ന് നമ്മളൊരു രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കവറാണിത്. അപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ, പിന്നെ ഈ കവർ കണ്ടാൽ മാത്രമല്ല ഒരു ബുക്ക് എടുക്കത്തുള്ളൂ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനും ഫസ്റ്റ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്ന കവറും അതിൻ്റെ ആ ഒരു ഇതും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ വിജയത്തിൽ ഈക്വൽ പങ്ക് എൻ്റെ സുഹൃത്തുക്കൾക്കും ഉണ്ട്. എന്തായാലും ഹരിൻ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഹരിനെ കൂടി നമുക്ക് വിളിക്കാം. ഓ തീർച്ചയായിട്ടും. ഹരിൻ പ്ലീസ്. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിയുടെ ഈ ഒരു പ്രചാരത്തിൽ അതിൻ്റെ മുഖ്യ സൃഷ്ടികർത്താക്കളിൽ 2 പേർ കൂടിയാണ് നമുക്കിപ്പം ചേരുന്നത്. അഖിലിനെ പരിചയപ്പെടുത്തും. ആരാണ് ഹരിൻ, ആരാണ് മറ്റേ ആളെന്നുള്ളത്? ഇതാണ് ഒഫീഷ്യൽ കവർ ഡിസൈനർ ഹരിൻ കൈരളി പുന്നപ്ര. പിന്നെ ഈ കളർ പാറ്റേൺ എല്ലാം സെലക്ട് ചെയ്തത് വിഷ്ണു K. ഉദയൻ. 2 പേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതായത് എനിക്കറിയത്തില്ല കേരളത്തിൽ സ്വന്തമായിട്ട് 2 ഡിസൈനേഴ്സിനെ കൊണ്ടു നടക്കുന്ന എഴുത്തുകാരുണ്ടോയെന്ന്. ഞാൻ കൊണ്ടു നടക്കുന്ന എഴുത്തുകാരാണ്. എങ്ങനെയാണ് ഹരിനായി നിങ്ങളുടെ ഒരു സൗഹൃദം, ബോണ്ട് എങ്ങനെയാണ്? ബോണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരേ വൈബുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒരുപോലെയാണ്. നിങ്ങൾ 3 പേരും സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. ഭയങ്കര ബോണ്ടിങ് ഉള്ള ഒരാൾക്കാണ്. നമ്മൾ സ്ഥിരം സംസാരിച്ചില്ലെങ്കിലും ഭയങ്കര സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഈ 3 പുസ്തകത്തിനും ഹരിനാഥ് തന്നെ കവർ ചെയ്ത് 2 പേരും. അതായത് ഞാൻ ഓജോ ബോർഡിനും മെർക്കുറിയലിനും ഞാൻ കവർ മാറ്റിക്കൊണ്ടേയിരിക്കും. ഹരിനാണ് ഫസ്റ്റ് കവർ ചെയ്തത്, സെക്കൻഡ് ഇവനാണ് ചെയ്തത്, പിന്നെ 3rd ഇവൻ തന്നെയാണെന്ന് തോന്നുന്നു ചെയ്തത്. അതെ, അതിനുശേഷം 4th അവൻ. അപ്പോൾ 2 പേരും ഇങ്ങനെ തോന്നുന്ന പോലെയൊക്കെ ചെയ്തത്. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദിക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒറ്റ കവർ തന്നെയാണ്. ഒറ്റ കവർ, ഇനി മാറില്ല. മാറ്റാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ പറഞ്ഞു ആൾക്കാർ സമ്മതിക്കില്ല. ആൾക്കാർ പ്രശ്നമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു രൂപകൽപ്പന? എങ്ങനെയാണ് ആലോചന? നമ്മൾ ആദ്യ ആലോചനയിൽ തന്നെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അവൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് കളർ ടോൺ ഇതൊന്നും വരുന്നില്ല, ഒരു റൗണ്ടിൽ ആൾക്കാരെല്ലാം നിൽക്കുന്നൊരു ഓൾഡ് സ്റ്റൈലിലായിരുന്നു, പഴയ സ്റ്റൈലായിരുന്നു. അത് പിന്നെ ഇവൻ കൂടെ വന്നിരുന്നു കഴിഞ്ഞ് ഞങ്ങളത് പൊളിച്ച് അടുക്കി ഇങ്ങനെയൊക്കെ ആക്കി വെച്ചു. എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ഇപ്പോഴും അറിയത്തില്ല. രാത്രിയിലത്തെ 2 മണിക്കൂർ എങ്ങനെയാണ് തീർക്കാന്ന് കരുതിട്ട് രാത്രിയിൽ ഉറക്കം നിന്നിട്ട് ഇത് അപ്പം പെട്ടെന്ന് തീർക്കാന്ന് കരുതിട്ട് തീർത്ത് വെച്ചാ. അഖിലിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പുതിയ വായനക്കാർക്ക് അറിയാത്ത കാര്യമുണ്ട്. അതായത് ഓരോ ബുക്കും അതെന്താണോ അതിൻ്റെ കണ്ടൻറ്റ്, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള, അതിന് മാച്ചാവുന്ന രീതിയിലായിരുന്നു ഈ പ്രകാശന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. അതായത് ആദ്യ ഓജോ ബോർഡ് എന്നുള്ളതൊരു ഹൊറർ സംഭവം ആയതുകൊണ്ട് അത് ആലപ്പുഴയിലെ ശ്മശാനത്തിൽ വെച്ചിട്ടാണ് ആ പുസ്തകം നമ്മൾ ഓപ്പൺ ചെയ്തത്. 2ാമത്തെ പുസ്തകം മെർക്കുറി ഐലൻഡ് എന്ന് പറയുന്നത് ഒരു ദ്വീപിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള, ഒരു അത്ഭുത ദ്വീപിനെ പറ്റിയിട്ടുള്ള ആയതുകൊണ്ട് ആലപ്പുഴയിലെ പാതിരാമണൽ ഐലൻഡ്. അത് ആ പ്രളയ സമയത്താണ്, വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചുറ്റും. അപ്പോഴാണ് ഞങ്ങളെല്ലാം കൂടി നിന്നിട്ട് കേരളം മുങ്ങി ആ പ്രളയ സമയത്തുണ്ടായിരുന്നു. കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ചെന്നൈ യാത്ര തരപ്പെട്ടു. അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ പോവുകയും അവിടെ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ളതായിരുന്നു
പ്ലാൻ. അത് പക്ഷേ നടന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. ഒറ്റയ്ക്ക് പോയി. അതെങ്ങനെയായിരുന്നു പ്രകാശന ചടങ്ങ്? ഞാനിവിടുന്ന് ബൈക്കിൽ കോവിഡ് ടൈമാണ്, പാസ് എടുക്കണമായിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അരവിന്ദ് എന്ന് പറഞ്ഞ അവനും കൂടി ഞാനിവിടുന്ന് പോയി അവൻ പൊള്ളാച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്ത് ചെന്നൈയിൽ പോയി. ഇത് കഥകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, നുങ്കമ്പാക്കം, ഗിണ്ടി, ചെന്നൈ സെൻട്രൽ, അങ്ങനെ ബസന്ത് നഗർ ബീച്ച്, അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് പുസ്തകം ഞാൻ തന്നെ പ്രകാശനം ചെയ്ത് വീഡിയോ എടുത്ത് ഒരു വ്ലോഗ് പോലെ യൂട്യൂബിലിട്ടു. അതായിരുന്നു പ്രകാശനം. വളരെ വളരെ ഗ്രാൻഡായിട്ട് നടത്തേണ്ടതായിരുന്നു, പക്ഷേ എന്നാൽ പോലും അത് വിജയിച്ചു എന്നാണോ? ഇല്ല, സന്തോഷമാണ്. എനിക്കൊരു ബുക്കിന് കൊടുക്കുന്ന ഒരു ട്രീറ്റാണ് ഞാനത്, ഓരോ ഇതിന്. അപ്പോൾ അത് ഞാൻ അടുത്ത ബുക്കിന് ചെയ്യും. അടുത്ത ബുക്ക് രാത്രി 12-ന് ശേഷം എന്നാണ് ടൈറ്റില്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കവർ പ്രകാശനം തന്നെ രാത്രിയിൽ അതിന്റെ കവർ റിലീസാക്കിയ രാത്രി 12-ന് ശേഷമാണ്. ഇടക്കാലത്ത് അതിനെന്തൊരു തടസ്സം വന്നിരുന്നതായിട്ട്. അത് ഒരു ബ്രിട്ടീഷ് വെബ് സീരീസ്. ഞാൻ എൻ്റെ ഈ പറഞ്ഞ സർക്കിളിൽ എല്ലാവരോടും ഞാൻ അതിൻ്റെ ത്രെഡ് പറയാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു നമ്മൾ ബുക്ക് റിലീസാവാനായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ബ്രിട്ടീഷ് വെബ് സീരീസ് വന്നിട്ടുണ്ട്, നിൻ്റെ ഇതുമായിട്ട് തീമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ടെന്ന്. അപ്പം ഞാനത് ഇരുന്നിട്ട് അന്ന് രാത്രി തന്നെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതായത് ഒരു 3 എപ്പിസോഡ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എൻ്റെ അതേ ഇത് തന്നെയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയായിരുന്നു. എനിക്ക് ഭയങ്കര കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചത് ബ്രിട്ടീഷ് ലെവലിൽ വരെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, അതുകൊണ്ട് സമാധാനം എന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ മൊത്തം പൊളിച്ചിട്ട് 2-ാമതും ഒക്കെ എഴുതിയതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ വർഷം റിലീസാവും. 4ാമത്തെ ബുക്ക് റിലീസാവുന്നുണ്ട്. നിങ്ങളുടെ യാത്രകളെ പറ്റി പറഞ്ഞല്ലോ. ഈ യാത്രകൾ എന്ന് പറയുന്നത് ഈ നോവൽ എഴുതാനുള്ള പശ്ചാത്തലം തേടിയുള്ള യാത്രകളാണോ, അതോ യാത്രക്കിടയിൽ സംഭവിക്കുന്നതാണോ ഈ നോവലുകളൊക്കെ? ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു വാടകയ്ക്ക് ഒരു വീട് ചോദിക്കും. എന്നിട്ട് കുറച്ച് നാൾ അവിടെ പോയി താമസിക്കും. അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു സ്ഥലം സ്ട്രൈക്ക് ചെയ്യുകയോ മനുഷ്യരെ സ്ട്രൈക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ കുറച്ച് നാൾ ജീവിച്ചിട്ട് എഴുതും. അതുപോലെ തന്നെ ആയിരുന്നു ചെന്നൈയിൽ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അങ്ങനെ പിന്നെ ഇത് എഴുതാൻ വേണ്ടി ഇതിൽ പറയുന്നുണ്ട്, പഴനിയിൽ പോക്ക്, കോയമ്പത്തൂർ പോക്ക് തുടങ്ങിയ തമിഴ് വൈബ് കിട്ടി അങ്ങനെയാണ് എന്നുള്ളത്. അതിനിടയിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു ഒരു പാമ്പ് കടിയിൽ നിന്ന്. അതും ഇതേപോലെ എഴുതാനായിട്ട് നമ്മുടെ വെള്ളായണിയിൽ വന്ന് താമസിക്കുകയും ഒരു രക്ഷാപ്രവർത്തനം, അത് അഖിലിൻ്റെ ജന്മസിദ്ധമാണെന്ന് തോന്നുന്നു. ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു, ഇതൊരു പട്ടിക്കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മൂർഖൻ പാമ്പ് കടിച്ചു. മെഡിക്കൽ കോളേജ് അത് ശരി. അത് മൃഗങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു? അതറിയില്ല. അത് എത്രത്തോളം സീരിയസ് ആയിരുന്നു അഖില ഈ പാമ്പ് കടി? അത് പക്ഷെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് അടുത്തുണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളായണിയിലൊക്കെ വെള്ളം പൊങ്ങിയ സമയമാണ്. ഒക്ടോബർ 15-നായിരുന്നു, മറക്കത്തില്ല. അപ്പം ഇതുപോലെ ഒരു നമ്മൾ താമസിക്കുന്ന അവിടെ വെള്ളം പൊങ്ങിയപ്പോൾ ഒരു നായ്ക്കുട്ടി തലേദിവസം രാത്രി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് റോഡെ വിടാൻ പോകാൻ തന്നെ 1.5 കിലോമീറ്റർ പോകണം. പോയി വിട്ട സമയത്താണ് തിരിച്ചു വരുമ്പോഴാണ് പാമ്പിനെ ചവിട്ടി ഞാൻ. അപ്പോൾ അവനെ ചവിട്ടിയപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവൻ കടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തും തെറ്റില്ല. എൻ്റെ ഇത്രയും വലിയ ശരീരം പോയി അവന് കുഞ്ഞു പാമ്പല്ലേ, അപ്പോൾ അങ്ങനെ 3 തവണ കടിച്ചു. അപ്പോൾ ഞാനോർത്ത് എനിക്ക് തല ചുറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ ആ സമയത്ത് ആംബുലൻസ് വന്നു, ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് തന്നെ എത്തിച്ചു. എന്തൊക്കെയോ കുത്തിക്കയറ്റി. പിന്നെ എനിക്ക് കുറച്ച് നേരത്തേക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നോർമലായി, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇപ്പോൾ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ സൗഹൃദമുണ്ട്, കൂട്ടായ്മകളുണ്ട്. ഈ പുസ്തകം പ്രശസ്തിക്കൊപ്പം മറ്റെന്തെങ്കിലും സമ്മാനിച്ചിട്ടുണ്ടോ? ആരാധികമാർ അങ്ങനെയാണ്? ആരാധികമാരുടെ ശല്യം കൂടുതലാണ്? അയ്യോ, എനിക്ക് ആരാധികമാരല്ല, എല്ലാവരും സുഹൃത്തുക്കളാണ്. അത് ശരിയാണോ ആരനെ പറഞ്ഞതിൽ വസ്തുതയുണ്ട്? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് എല്ലാ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരോടും നല്ല സൗഹൃദമാണ്. പിന്നെ നമ്മളിപ്പോൾ എനിക്കറിയില്ല ഇത്രയും ഒരു സൗഹൃദം ഒരു പുസ്തകത്തിലൂടെ കിട്ടിയിട്ടുണ്ടോ, വേറൊരു എഴുത്തുകാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ബുക്ക് വായിച്ചിട്ട് ഒരാൾ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് ഒരാൾ വിളിക്കുന്നെങ്കിൽ ചിലപ്പോൾ കാണുമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കാണും. ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ അവരുമായിട്ട് ഒരു കോഫിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സംസാരം. ഒരു മുത്തശ്ശിയെ ഇടുക്കിയിലോ മറ്റോ പോയി ഉൾനാടൻ പ്രദേശത്ത് കണ്ടു. അത് വയനാട് പനമരത്തുള്ള ഒരു അമ്മ. ആ അമ്മ കോവിഡ് ടൈമിന് എന്നെ വിളിച്ചു തുടങ്ങിയ മെർക്കുറിയലിൻ്റെ വായിച്ചിട്ട് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര അടിപൊളി വൈബാണ്. അപ്പോൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 1 മണിക്കൂറൊക്കെ സംസാരിക്കും അവരോട്. 70 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ബുക്ക് നേരിട്ട് വേണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് വയനാട്ടിൽ പോയി. പുള്ളിക്കാരോട് പറഞ്ഞില്ല, സർപ്രൈസായിട്ടാണ് പോയത്. പുള്ളിക്കാരി എന്നെ കണ്ടിട്ടില്ല, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. ബുക്കിൻ്റെ ബാഗിൽ പണ്ടത്തെ ഒരു പടം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ മാസ്കൊക്കെ വെച്ച് ക്യാപ്പൊക്കെ വെച്ചൊക്കെ ചെന്നത്. പുള്ളിക്കാർ കണ്ടപ്പോൾ തന്നെ മോനെ അഖിലേ പറഞ്ഞിട്ട് വിളിയായിരുന്നു. പിന്നെ പുള്ളിക്കാർ ചായയൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ളൊരു ആൾക്കാരെ കാണാൻ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ.
ഈ അഖിലിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് കാര്യമുണ്ടെന്നോ അതോ അഖിലിൻ്റെ ഒരു സമീപനം തന്നെയാണ്? അർഹിക്കുന്ന അവജ്ഞയോട് തലക്കെടാൻ ചിലർക്ക് അസൂയാണ്, ചിലർ കാര്യമായിട്ടുള്ളത് പറയാറുണ്ട്. അതായത് എഴുത്ത് ഇവൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ പോപ്പുലർ സാഹിത്യമാണ്, അതായത് ഏറ്റവും സാധാരണക്കാരനൊക്കെ വായിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ആൾക്കാരും വായിക്കണ്ടേ. ഏറ്റവും ഈ എല്ലാം സാഹിത്യം മാത്രം മറ്റു കുത്തിക്കേറ്റിട്ടുള്ള സാധനങ്ങളായിരിക്കും ഏറ്റവും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ പോലും ഈ ഭയങ്കര സാഹിത്യം കയറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് 9 വർഷം നീളുന്ന ജീവിതം അഖിൽ പി ധർമ്മജൻ എന്ന. അതിനിടയിൽ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി, അത് ബ്ലോക്ക് ബസ്റ്ററായി ഇൻഡസ്ട്രിയൽ ഹിറ്റായി 2018 എന്നുള്ളത്. അത് റീസെൻ്റായിട്ട് മറ്റൊരു പടം എങ്കിൽ പോലും ആ ഒരു നേട്ടത്തിലേക്ക് എത്തിയ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഓസ്കാർ നോമിനേഷൻ വരെ കിട്ടി നമ്മൾ പോയത്. അപ്പോൾ ഇനി അടുത്ത സിനിമ ഇതാണോ, റാം കെയർ ഓഫ് ആനന്ദി ആണോ, അതോ മറ്റ് പ്രോജക്റ്റുകൾ എങ്ങനെ വരുന്നുണ്ട് സിനിമ? അല്ല, ഒരു ഹൊറർ സബ്ജക്റ്റ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പേടിപ്പിക്കാനുള്ള അതെ, ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൊറർ. അപ്പോൾ ഒരു നല്ലൊരു ഹൊറർ വരുന്നുണ്ട്, ഫീമെയിൽ ലീഡിലുള്ളതാണ്. പക്ഷേ നമുക്കൊരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണമെന്നുണ്ട്. ഹൊറർ ഒരു ഹോളിവുഡ് ടൈപ്പ് ഒരു സാധനം വേണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിശ്രമത്തിലായിരുന്നു 8 മാസത്തോളം ട്രിവാൻഡ്രത്ത്. അതിൻ്റെ ഇതാണ്, ഞാനിവിടെ ഉള്ള പലർക്കും അറിയില്ല. അപ്പോൾ ഒരു മുറിക്കകത്ത് തന്നെ വെളിയിലെങ്ങും പോകാതിരുന്നിട്ടുള്ള ആ ഒരു എഴുത്തായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് മൂവി അതാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് റാമിലേക്ക് ജോയിൻ ചെയ്യും. 100-ലേറെ പതിപ്പുകൾ പോയ പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. അത്ര ലെവലിലേക്ക് റാം കെയർ ഓഫ് ആനന്ദി എത്തട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകൾ. താങ്ക് യു.